ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഇതിൻ്റെ റെസിപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബീഫിലേക്ക് ആദ്യം മസാലകളെല്ലാം പുരട്ടി പകുതി വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ട പൊടികൾ: 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ പൊടികളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഉണക്കി വറുത്ത് പൊടിച്ചു കൊണ്ടുവരുന്ന പൊടികളാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. ഈ കറികൾക്കും അച്ചാറിനും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത പൊടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും കറികൾക്കുണ്ടാവും. ഈ ഓയിലിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കത്തില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബീഫിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒഴിച്ച് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മസാലയെല്ലാം പുരട്ടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടി 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കറിലല്ലെങ്കിൽ നമ്മളിത് പാത്രത്തിൽ വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഈ ബീഫ് പകുതി വേകുന്നവരെ ഇത് വേവിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഇത് വെന്തുടയണ്ട. ഇനി ഇത് കുക്കർ മൂടി വിസിലിട്ടിട്ട് 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. ഇത് ബീഫ് ആയതുകൊണ്ട് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ചാർ ഇടാനായിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇനി വിനാഗിരി വേണം. ഈ വിനാഗിരി ഒരു 2.5 കപ്പ് വിനാഗിരി നല്ലതുപോലെ തിളപ്പിക്കും. തിളപ്പിച്ച ശേഷം അത് നല്ലതുപോലെ തണുത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. വിനാഗിരി ഇവിടെ നല്ലതുപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 1.5 കപ്പോളം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഏകദേശം 1 കപ്പോളം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഈ ബീഫ് അച്ചാർ ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ: 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. താളിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് ബീഫ് ആയതുകൊണ്ടാണ് പെരിഞ്ജീരകവും യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വറ്റൽമുളക്, 5-6 വറ്റൽമുളക്, കുറച്ചധികം കറിവേപ്പില. ഇതിവിടെ 2 വിസിൽ കേട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫ് ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ ഒരു വോക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മളിത് ഇളക്കി ഇളക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റാം. ഈ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കടുകും പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം തിളപ്പിച്ച് തണുപ്പിച്ച വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ചേർത്ത ശേഷം 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലതുപോലെ ഇത് തണുപ്പിക്കാം. തണുപ്പിച്ച ശേഷം ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഉപയോഗിക്കാം. അച്ചാർ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ബീഫ് അച്ചാർ ഇവിടെ തയ്യാറായി. ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നനഞ്ഞ സ്പൂൺ തീരെ ഉപയോഗിക്കരുത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.